ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ എലിഗെ പയന യാവോഡോ ദാരി എന്ന കന്നഡ സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത 4 പേർ ഒരു വനത്തിലൂടെ കാറിൽ യാത്ര ചെയ്യാണ്. ഇവരൊക്കെ ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയവരാണ്. ആ സമയത്താണ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഒരു സൈക്കോ കില്ലർ ഉണ്ടെന്നും തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്തുന്നുണ്ടെന്നുമുള്ള വിവരങ്ങളാണ്. അതുകൊണ്ട് പരിചയമില്ലാത്തവരായി സംസാരിക്കരുത്. ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുക എന്നും എല്ലാ സ്ഥലത്തും അനൗൺസ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തമ്മിൽ ബന്ധമില്ലാത്ത 4 പേർ കാറിൽ യാത്ര ചെയ്യുന്നത്. ഈ 4 പേർക്കും പരസ്പരം സംശയം തോന്നി തുടങ്ങുന്നു. ഒരുപക്ഷെ ഇവൻ സൈക്കോ ആയിരിക്കുമോ, അവൻ സൈക്കോ ആയിരിക്കോ, അല്ലെങ്കിൽ ഈ കാറിൽ ഒരു പെൺകുട്ടിയും കൂടി കയറിയിട്ടുണ്ടല്ലോ, ഇവൾ സൈക്കോ കില്ലർ ആയിരിക്കോ എന്നൊക്കെ. മൊത്തത്തിൽ യഥാർത്ഥ കില്ലർ ആരാണ്, അവൻ ചെയ്യുന്ന കൊലപാതകങ്ങളുടെ കാരണം എന്താണ്, ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിനിമയിലൂടെ നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ വിരാജ്പേട്ട എന്ന സ്ഥലത്തെ ഒരു മെന്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ആ മെന്റൽ ഹോസ്പിറ്റലിലെ ഫീമെയിൽ വാർഡിലുള്ള ഒരു പേഷ്യന്റിനെയും നമ്മളെ കാണിക്കുന്നു. ആ പേഷ്യന്റിനെ കുറച്ച് സമയത്തിനുള്ളിൽ ഈ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന 2 കമ്പൗണ്ടർമാർ ഇവളെ ഈ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മളുടെ ആഗ്രഹം തീർക്കണം, ഇവളെത്ര സുന്ദരിയാണെന്ന് കണ്ടോ എന്ന മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 9 മണിക്ക് മുൻപ് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അതിനുശേഷം റിസപ്ഷനിലുള്ള നഴ്സിന്റെ അടുത്ത് പോയി ഇവർ കൊഞ്ചി സംസാരിക്കുന്നുണ്ട്. അവിടെ അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റിനെ ഇവർ സൈക്കോ എന്ന് മെൻഷൻ ചെയ്യുന്നു. ആ സൈക്കോയ്ക്ക് പോയി ഇഞ്ചക്ഷൻ കൊടുത്തോളൂ സിസ്റ്റർ എന്ന് പറയുന്നു. ആ സൈക്കോയ്ക്ക് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാനോ? ഞാൻ പോവില്ല, വേറൊരു നഴ്സ് വരും, അവരെ അയക്കാം എന്നിവർ പറയുന്നു. കുറച്ചു മുമ്പ് ഒരു ഫീമെയിൽ പേഷ്യന്റിനെ കണ്ടില്ലേ? ആ റൂമിനുള്ളിലേക്ക് ആ ഹോസ്പിറ്റലിന്റെ പേഷ്യന്റ് ഡ്രസ്സിലുള്ള ഒരു രഹസ്യ വ്യക്തി കടന്നു വരുന്നു. കത്രിക എടുത്ത് ഒരു ഫീമെയിൽ പേഷ്യന്റെ അടുത്തേക്ക് പോകുന്നതായി നമ്മളെ കാണിക്കുന്നു. ഒരു പക്ഷേ ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കോ എന്ന പേഷ്യന്റ് ആയിരിക്കുമോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു നഴ്സ് വരുന്നുണ്ട്. അവർ വരുമ്പോൾ തന്നെ ഒരു മദ്യക്കുപ്പിയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ടേബിളിന്റെ മുകളിൽ വെക്കുന്നു. ഇതെന്റെ ഭർത്താവ് വാങ്ങി വെച്ചതായിരുന്നു, നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാണല്ലോ എന്ന് കരുതി എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ അതെടുത്ത് അകത്ത് വെക്കുക, ക്യാമറയുടെ മുമ്പിൽ നീ ഇങ്ങനെ കുപ്പി എടുത്ത് വെക്കുകയാണോ എന്ന് പറയുമ്പോൾ, അയ്യോ ഈ ക്യാമറ ഒന്നും കുറെ നാളായി വർക്ക് ചെയ്യുന്നില്ല, അതോർത്ത് പേടിക്കാനില്ല എന്ന് പറഞ്ഞ് അലസമായി മെന്റൽ ഹോസ്പിറ്റൽ ടേബിളിന്റെ മുകളിൽ മദ്യക്കുപ്പി വെച്ചിരിക്കുകയാണ്. അതും ഡ്യൂട്ടി ടൈമിൽ കുടിക്കാനായി. ഈ ഒരു സിറ്റുവേഷനിൽ ആ 2 കമ്പൗണ്ടർമാരും പുറത്തുപോയി തീ കാഞ്ഞുകൊണ്ട് വാച്ച്മാനോടൊപ്പം ചേർന്ന് മദ്യപിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് മുകളിൽ നിന്ന് കോൾ വരുന്നുണ്ട്. കൃത്യം 10 മണിക്ക് വാൻ വരും, ഒരു പ്രശ്നവുമില്ലാതെ ആ പെൺകുട്ടിയെ ഷിഫ്റ്റ് ചെയ്ത് വിടുക എന്ന് പറയുന്നു. ഇവരും ശരി എന്ന് പറയുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഒരു നഴ്സ് റൗണ്ട്സിന് പോയിരിക്കുകയാണ്. മറ്റൊരു നഴ്സ് മാത്രം റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ ആ മദ്യക്കുപ്പി എടുത്ത് ആ സൈക്കോ ആ നഴ്സിന്റെ തലയ്ക്ക് തന്നെ അടിക്കുകയാണ്. അത്രയേ ഉള്ളൂ, ആ നഴ്സ് താഴെ വീഴാണ്. അതിനുശേഷം ആ സൈക്കോ അകത്തുണ്ടായിരുന്ന ഫീമെയിൽ പേഷ്യന്റിനെ ആ സ്ഥലത്ത് നിന്നെടുത്ത് ആ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായി നമ്മളെ കാണിക്കുന്നു. റൗണ്ട്സിന് പോയ നഴ്സ് ആ സ്ഥലത്ത് വന്ന് നോക്കുകയാണ്. മറ്റൊരു നഴ്സ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. അത് കണ്ട് ഭയങ്കരമായി ഒച്ചവെക്കുകയാണ്. അതിനുശേഷമാണ് ഉള്ളിൽ എന്താണ് നടന്നതെന്ന് എല്ലാവരും അറിയുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ കാണാതായ ഫീമെയിൽ പേഷ്യന്റിന് സ്വന്തക്കാരെന്ന് പറയാൻ ആരും തന്നെ ഇല്ല. ആ പേഷ്യന്റിനെ ലോക്കൽ ആളുകളാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. രണ്ടാമതായി ഈ ഫീമെയിൽ പേഷ്യന്റിനെ എടുത്തുകൊണ്ട് പോയവൻ സൈക്കോ രീതിയിൽ ലോക്കൽ ആളുകളോടൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. സ്ത്രീകളുടെ തുണികളൊക്കെ അലക്കി ഉണക്കാനിട്ടാൽ അതെല്ലാം ഇവൻ എടുത്തുകൊണ്ട് പോയിരുന്നു. അതിനുശേഷം ആളുകൾ പിടിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ ചേർത്താണെന്ന് പറയുന്നു. ആ ഫീമെയിൽ പേഷ്യന്റിനെ അവനാണ് എടുത്തുകൊണ്ട് പോയത്. ആ ഫീമെയിൽ പേഷ്യന്റ് ഒരു അനാഥ ആയതുകൊണ്ട് തന്നെ ആ ഫീമെയിൽ പേഷ്യന്റിന്റെ പേര് പോലും ആർക്കും അറിയില്ലത്രേ. ഏകദേശം 3 മാസമായി പോലീസ് ഓഫീസർ ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സൈക്കോ പുറം ലോകത്തിന് അറിയാതെ ഒളിച്ചു ജീവിക്കുകയാണ്. അവൻ എപ്പോഴാണോ പുറത്തു വരുന്നത് അപ്പോഴേ അവനെ പിടിക്കാൻ കഴിയുമോ എന്ന് പോലീസ് ഓഫീസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്യുമ്പോൾ നീതു എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഈ പെൺകുട്ടി വളരെ മോഡേൺ ആയി ഡ്രസ്സ് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഈ പെൺകുട്ടിയുടെ അമ്മ വഴക്ക് പറയുന്നുണ്ട്. എന്തിനാണ് ഈ രീതിയിലൊക്കെ ഡ്രസ്സ് ചെയ്യുന്നത്, കുറച്ച് നീറ്റായി ഡ്രസ്സ് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇതാണ് ട്രെൻഡ്, ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ല എന്ന് മറുപടി പറയുന്നു. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സൈക്കോ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് പോയി അവൻ നിന്റെ പിന്നാലെ വന്നാൽ എന്ത് ചെയ്യും എന്നമ്മ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അച്ഛൻ, എന്താണ് നീ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവൾ ഡ്രസ്സ് ചെയ്യട്ടെ എന്ന് പറയുന്നു. താങ്ക്സ് പാ എന്ന് പറഞ്ഞ് നീതു വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ നീതു ഇറങ്ങുമ്പോൾ ദൂരെ നിന്ന് ആരൊരാൾ നീതുവിന്റെയും നീതുവിന്റെ കൂട്ടുകാരിയുടെയും ഫോട്ടോ എടുക്കുന്നതായി നമ്മളെ കാണിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഒരു വീടാണ് കാണിക്കുന്നത്. വീടിനുള്ളിൽ ഒരു ലേഡി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ വന്നൊരു വ്യക്തി തുണികൾ ഉണക്കാനായി കെട്ടിയിരിക്കുന്ന കയറെടുത്ത് വീടിനുള്ളിൽ പോയി ആ ലേഡിയുടെ കഴുത്തിൽ കുരുക്കിയിട്ട് ആ ലേഡിയെ കൊല്ലുകയാണ്. ആ ഏരിയയിൽ ഒരു തൊപ്പിയിട്ടവൻ കറങ്ങി നടക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ക്യാമറയും ഉണ്ട്. അവന്റെ ഫോണിൽ ചില പെൺകുട്ടികളുടെ ഫോട്ടോയും ഉണ്ട്. അവനാണ് ഈ ഏരിയയിലുള്ള പെൺകുട്ടികളുടെ എല്ലാം ഫോട്ടോ എടുക്കുന്നത് എന്നറിയാൻ കഴിയുന്നു. അതേസമയം ഒരു റെഡ് ലൈറ്റ് ഏരിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയെ കാണിക്കുന്നു.
കാണിക്കുന്നു. ആ ലേഡിയുടെ സ്ഥലത്തേക്ക് കടന്നു വന്ന ഒരു രഹസ്യ വ്യക്തി ആ ലേഡിയെ ക്രൂരമായി അടിച്ചു കൊല്ലുന്നു. ഇപ്പോൾ ടി വിയിലൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വിരാജ്പേട്ട എന്ന ഏരിയയിൽ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ആ 2 കൊലപാതകങ്ങളും ഒരു സൈക്കോ തന്നെയാണ് ചെയ്തിരിക്കുക എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജനം വളരെ കെയർഫുൾ ആയിരിക്കണം. ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക എന്നൊക്കെ ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്യുമ്പോൾ നീതു എന്നൊരു പെൺകുട്ടിയെ നമ്മൾ കണ്ടില്ലേ? ആ പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ വികാസ് എന്നൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് വരുന്നു. നീതു ആ പയ്യനുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങാണ്. അവൾക്ക് ആ പയ്യനെ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. അതിനുശേഷം മൊബൈൽ നമ്പറൊക്കെ ഷെയർ ചെയ്ത് ഇവർ രണ്ടുപേരും ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം മീറ്റ് ചെയ്യാമെന്ന് തീരുമാനമെടുത്ത് നാളെ രാവിലെ 11 മണിക്ക് ഒരു സ്പോട്ടിൽ മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അമർ എന്നൊരു വ്യക്തിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ വിരാജ്പേട്ട എന്നൊരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ പോവുകയാണ്. ഫോണിൽ അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് സംസാരിക്കുന്നുണ്ട്. വേഗം വാ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം കയ്യിലൊരു സാധനവും എടുത്ത് കാറിന്റെ അടുത്തേക്ക് വരുന്നു. വണ്ടിയുടെ കണ്ടീഷൻ കുറച്ച് ശരിയല്ല. എത്ര വേഗത്തിൽ പോയാലും ഇത് 80 കവിയുകയില്ല. കഴിയുന്നത്ര വേഗം ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അമർ കാർ എടുത്ത് സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ നിറയെ മുടിയുള്ള ഒരു വ്യക്തിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം കയ്യിലൊരു ബാഗും എടുത്ത് ആ കാട്ടുപ്രദേശത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയൊരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയുടെ പുറത്ത് ഒരു പയ്യനും പെൺകുട്ടിയും കളിക്കുന്നുണ്ടാവും. ആ പെൺകുട്ടിയെ ഈ മുടിയുള്ളയാൾ ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയും പയ്യനും അവരുടെ മുത്തശ്ശനെ വിളിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കുടിക്കാൻ വെള്ളം വേണം എന്ന് ചോദിക്കുന്നുണ്ട്. അവരും വെള്ളം കൊടുക്കുന്നുണ്ട്. വിരാജ്പേട്ടയിലേക്ക് എനിക്ക് പോകണം. ഈ വഴി എത്ര മണിക്കാണ് ബസ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ വഴി ബസ്സൊന്നും വരില്ല, ലോറികൾ ഒരുപാട് വരും. ആ ലോറിയിൽ ലിഫ്റ്റ് ചോദിച്ചു പൊക്കോ എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് ഈ മുടിയുള്ള വ്യക്തി അവിടെ പോയിരിക്കുന്നു. കറക്റ്റ് ആ സ്ഥലത്തേക്ക് അമർ കാറിൽ വരുന്നുണ്ട്. ആ പെട്ടിക്കടയിൽ സ്നാക്സും വാട്ടർ ബോട്ടിലും എല്ലാം വാങ്ങിയിട്ട് വിരാജ്പേട്ടയിലേക്ക് എങ്ങനെയാ പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ പെട്ടിക്കടക്കാരനും വഴി പറഞ്ഞു കൊടുക്കുന്നു. റോഡിൽ അപരിചിതരായ ആരെങ്കിലും ലിഫ്റ്റ് ചോദിച്ചാൽ പ്രശ്നക്കാരനാണെന്ന് സംശയം തോന്നിയാൽ വണ്ടി നിർത്തരുത്, കാരണം നാട്ടിലൊരു സൈക്കോ കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ശരി എന്ന് കേട്ട് ഇദ്ദേഹവും കാറിൽ പോയി ഇരിക്കുകയാണ്. ഇത് ആ മുടിയുള്ള വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ട്. സർ നിങ്ങൾ വിരാജ്പേട്ടയിലേക്കാണോ പോകുന്നത്? ഞാനും അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അമർ ആലോചിക്കുകയാണ്. ആ പെട്ടിക്കടക്കാരൻ കയറ്റിക്കോളൂ സർ, തനിച്ചു പോവുകയാണെങ്കിൽ കൂട്ടായ ഒരാൾ വന്നാൽ നന്നായിരിക്കും എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ വണ്ടിയിൽ കയറ്റുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്താൽ നീതു എന്ന പെൺകുട്ടിയെ നമ്മൾ കണ്ടില്ലേ? ആ പെൺകുട്ടിയുടെ അമ്മ നീതുവിന്റെ അച്ഛനെ പിടിച്ച് ഭയങ്കരമായി വഴക്ക് പറയാണ്. രാവിലെ കോളേജിൽ പോകുന്നെന്ന് പറഞ്ഞു പോയവൾ അതിനുശേഷം വീട്ടിൽ വന്നിട്ടേ ഇല്ല. എല്ലാം നിങ്ങൾ കൊടുക്കുന്ന ലാളനെയാണ്. ഞാൻ അവളെ പൊന്നുപോലെ വളർത്തിയപ്പോൾ നിങ്ങൾ ഫ്രീഡം കൊടുത്ത് അവളെ വഷളാക്കി. ഇപ്പോൾ അവൾ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണ്. നീതുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കെ, ഞാൻ എന്താണെന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നോക്കിയാൽ ഈ നീതു പതിവ് പോലെ മോഡേൺ ഡ്രസ്സ് ചെയ്ത് ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. നീതു അവളുടെ കൂട്ടുകാരിക്ക് ഫോൺ വിളിച്ച് നീ എവിടെയാണ്, വേഗം വാ, ഞാനിവിടെ തനിച്ച് വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുന്നു. നീതുവിന്റെ കൂട്ടുകാരി വരാമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഈ തൊപ്പിയിട്ടവനെയാണ് കാണിക്കുന്നത്. ഇവനെ ഞാൻ ഫോട്ടോഗ്രാഫർ എന്ന് വിളിക്കാം. ഇവൻ ഒരു സ്ഥലത്ത് ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവൻ ഫോൺ വിളിച്ച് ഞാൻ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ പെൺകുട്ടി വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ഫ്രഷറാണ്, പതുക്കെയാണ് വരിക, കുറച്ച് ശ്രദ്ധിച്ച് പാകതയോടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നു. ശരി എന്ന് കേട്ട് ഈ ഫോട്ടോഗ്രാഫർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നീതുവിന്റെ അച്ഛനുണ്ടല്ലോ, കരൺ എന്നൊരു പോലീസ് ഓഫീസറെ വിളിപ്പിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് നീതുവിന്റെ ഫോട്ടോ കാണിച്ച് ഇവളാണ് എൻ്റെ മകൾ രാവിലെ കോളേജിൽ പോയതാണ്, അതിനുശേഷം വന്നിട്ടേ ഇല്ല, എവിടെ പോയി എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല, ദയവ് ചെയ്ത് എൻ്റെ മകളെ കണ്ടുപിടിച്ച് തരണം എന്ന് പറയുന്നു. വേഗം തന്നെ ഞാൻ കണ്ടുപിടിച്ച് തരാം സാർ എന്ന് പറഞ്ഞ് ഈ പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുകയാണ്. ഇപ്പോൾ കാറിൽ അമറും ആ മുടിയുള്ള ആളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അമർ സംസാരം തുടങ്ങുന്നുണ്ട്. വിശക്കുന്നുണ്ടെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇല്ല സാരമില്ല എന്ന് പറയുന്നുണ്ട്. ശരി, നിങ്ങളെ കുറിച്ച് പറ, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മുടിയുള്ളയാൾ പെയിന്റർ എന്ന് പറയുന്നു. പെയിന്ററോ എന്ന് ചോദിക്കുമ്പോൾ അതെ, വീടുകളൊക്കെ പെയിന്റ് അടിക്കുന്ന പെയിന്റർ എന്ന് പറയുന്നു. ഇനി ഈ മുടിയുള്ളയാളെ ഞാൻ പെയിന്റർ എന്നാണ് വിളിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരും തന്നെയില്ല എന്ന് പെയിന്റർ പറയുന്നുണ്ട്. ശരി, നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്ന് അമറിനോട് ചോദിക്കുമ്പോൾ അമർ പറയുന്നു ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന്. ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ശരി വണ്ടി ഒരിടത്ത് നിർത്താമോ എന്ന് പെയിന്റർ പറയുന്നുണ്ട്. എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വളരെ അത്യാവശ്യമായി പോകണം എന്ന് പറയുന്നുണ്ട്. എന്തൊരു ടൈമിംഗ് സർ, എനിക്കും വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയി ഒരു വശത്ത് പാർക്ക് ചെയ്തിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് അതിനുശേഷം ഇവർ രണ്ടുപേരും ആ സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങാണ്. അങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ പിന്നാലെ ആ ഫോട്ടോഗ്രാഫർ ഓടി വരുന്നു. വളരെ വേഗത്തിലാണ് ഓടി വരുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. വണ്ടി നിർത്താണെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. ശരി, ഇപ്പോൾ വണ്ടി നിർത്തരുത്, അങ്ങനെ തന്നെ ഓടിച്ചോളൂ എന്ന് പറയുമ്പോൾ അമർ അങ്ങനെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ആരാണ് നീ, എന്തിനാണ് ഇങ്ങനെ ഓടി വരുന്നത്, വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ആ ഫോട്ടോഗ്രാഫർ അവന്റെ കഥ പറയുന്നത്.
ഈ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി കാടിനുള്ളിൽ വന്നു. ഒരു പെണ്ണാനയെ കണ്ട് ആ ആനയെ ഫോട്ടോ എടുത്തുകൊണ്ട് പിന്നാലെ പോവായിരുന്നു. പെട്ടെന്ന് ആ ആന ഓടിക്കാൻ തുടങ്ങി. ജീവനിൽ പേടിച്ചാണ് ഓടി വന്നത് എന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ സത്യം എന്തെന്നാൽ ഇവനൊരു പെൺകുട്ടിയെ ഫോളോ ചെയ്ത് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ നാട്ടുകാർ കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ച് ഇവനെ അടിക്കുന്നതിന് വേണ്ടി ഓടിച്ചിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന് ഇവരുടെ കാറിൽ കയറിയതാണ്. അങ്ങനെ തുടർന്ന് ഇവർ 3 പേരും കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ നോക്കിയാൽ ദൂരെ ഒരു പെൺകുട്ടി ലിഫ്റ്റ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതായി തോന്നുന്നു. എന്തിനാണ് ആവശ്യമില്ലാതെ റിസ്ക് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാർ നിർത്താതെ അമർ പോവാണ്. അതിനുശേഷം വണ്ടി നിർത്തി റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നത് മറ്റാരുമല്ല, നീതു തന്നെയാണ്. ഒരുപാട് സമയമായി, പോകുന്ന വഴിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുമോ, കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ കാറിനുള്ളിലിരിക്കുന്ന ആ ഫോട്ടോഗ്രാഫർ വഴങ്ങാൻ തുടങ്ങുന്നു. നീതുവിനെ നോക്കി, ശരി, ഈ പെൺകുട്ടി തനിച്ചല്ലേ നിൽക്കുന്നത്, ഈ സ്ഥലം അത്ര സുരക്ഷിതമല്ല, അതുകൊണ്ട് കയറ്റാമെന്ന് പറഞ്ഞിട്ട് അമർ കാറിൽ കയറ്റാൻ പറയുന്നു. ഉടൻ തന്നെ ഈ ഫോട്ടോഗ്രാഫർ എൻ്റെ അടുത്ത് വന്നിരുന്നോളൂ എന്ന മട്ടിൽ ഭയങ്കരമായി വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീതുവും കാറിൽ പോയി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ 4 പേരും കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഈ 4 പേർക്കും പരസ്പരം പരിചയം പോലും ഇല്ല. തുടർച്ചയായി ഈ ഫോട്ടോഗ്രാഫർ നീതുവിനോട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നീതു അത് ശ്രദ്ധിക്കുന്നില്ല. അമറിന്റെ അടുത്ത് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അമർ ഒന്നും സംസാരിക്കുന്നില്ല. പറയുമ്പോൾ എൻ്റെ പേര് അമർ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കാറ് വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ കണ്ടാൽ ഒരു സൈക്കോയെ പോലെ ഉണ്ട് എന്നയാൾ പറയുമ്പോൾ അമർ ഭയങ്കരമായി ചിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് പെയിന്റർ ചോദിക്കുമ്പോൾ, അല്ല, ആ പെട്ടിക്കടയിലെ വലിയ ആൾ പറഞ്ഞു ഈ കാട്ടുപ്രദേശത്ത് ആരെയും കയറ്റരുത്, അപരിചിതർക്ക് ലിഫ്റ്റ് കൊടുക്കരുത് എന്ന്. കാരണം ഒരു സൈക്കോ കറങ്ങി നടക്കുന്നുണ്ടെന്നും പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും. ഇപ്പോൾ നമ്മൾ 4 പേരും ഈ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ 3 പേരിൽ ആരൊരാൾ സൈക്കോ ആയിരുന്നാലും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നമർ പറയാണ്. തുടർന്ന് ആ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ നീതുവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നീതു അതിനിടം കൊടുക്കുന്നേ ഇല്ല. അടാ, ഇവിടെ നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്, അതുവരെ സംസാരിക്കാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്, നിന്റെ പേരെന്താണെന്ന് പറയാമെന്ന് ചോദിക്കുമ്പോൾ നീതു തന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. നിന്റെ കൈ കാണിക്കാൻ ഞാൻ ജാതകം നോക്കാമെന്ന് പറഞ്ഞിട്ട് ജാതകം നോക്കി നിന്റെ കയ്യിൽ കാശ് നിൽക്കില്ല, കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞത് എന്ന് പറയുമ്പോൾ അമർ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ കൈരേഖയൊക്കെ നോക്കാൻ അറിയാമോ എന്ന്. അതെ, ഒരാളുടെ കൈരേഖ വെച്ച് അവരെന്തൊക്കെ ചെയ്യും, അവരുടെ സ്വഭാവം എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ അതൊക്കെ വെറുതെ. ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന മേക്കപ്പ്, ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ആ പെൺകുട്ടിയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ പെൺകുട്ടി ചെലവാക്കുമെന്ന് നീ കഥ മെനയുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഗസ് ചെയ്യും. ഇപ്പൊ പോലും ഒരു പയ്യന് വേണ്ടിയിട്ടാണ് ഇവള് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ നീതു എന്ന് അമർ ചോദിക്കുന്നുണ്ട്. അതിന് നീതു പറയുന്നു, ശരിയാണ്, പക്ഷെ എനിക്ക് വേണ്ടിയുള്ള ഒരു പയ്യനെ കാണാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. എൻ്റെ കൂട്ടുകാരിക്ക് ഒരു പയ്യനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ പയ്യൻ ഇന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അവൾക്ക് വേണ്ടി ആ പയ്യനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്തിട്ടും ആ പയ്യൻ വന്നതേയില്ല. പിന്നെ ബസ്സും വന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കാർ വരുന്നത്. നിങ്ങളുടെ കാറിൽ ഞാൻ കയറിയതാണ് എന്ന് നീതു പറയുന്നു. അമർ ചോദിക്കുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഒരു പയ്യനുമായി ചാറ്റ് ചെയ്ത് ഇങ്ങനെ തനിച്ച് കാണാൻ വരുന്നത് നല്ലതാണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട്, ഈ രീതിയിലുള്ള പെൺകുട്ടികളെ കണ്ടാൽ ഉറപ്പായും അവർ അഡ്വാൻറ്റേജ് എടുക്കും. അതിനുശേഷം ന്യൂസിലൊക്കെ ഇത് തന്നെയായിരിക്കും ചർച്ച, ഇവരായിരിക്കും സംസാര വിഷയമാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീതു ഇത് കേട്ട് ടെൻഷൻ ആവുന്നു. ഈ രീതിയിൽ എത്ര പെൺകുട്ടികളെ ലുക്സ് വെച്ച് ജഡ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ ഫോട്ടോഗ്രാഫർ ഒരുപാട് പേരെ ജഡ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ സാർ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നും ഇല്ലേ എന്ന് ഈ പെയിന്ററോട് ചോദിക്കുമ്പോൾ ഈ പെയിന്റർ പറയുന്നുണ്ട്, ഞാൻ ഈ രീതിയിൽ അനാവശ്യ കാര്യങ്ങളിൽ തലയിടാറില്ല, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വിഷയത്തിലൊന്നും തലയിടാറില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അവൻ്റെ ഫോൺ കാറിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ തുറന്നു നോക്കിയാൽ ആ ഫോട്ടോയിലുള്ള പെൺകുട്ടി മറ്റാരുമല്ല, അവൻ്റെ അടുത്തിരിക്കുന്ന നീതു തന്നെയാണ്. ഈ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന ഇല്ലീഗലായ ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് തോന്നുന്നു. ഉടനെ തന്നെ അവൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ തുടങ്ങാണ്. പക്ഷെ കോള് പോകുന്നില്ല. അതേസമയം അമർ ഉണ്ടല്ലോ, അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെയും കെയറിങ്ങോടുകൂടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നീതു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഒരു നിമിഷം കാർ ഒരരികത്ത് നിർത്തിയിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് കാർ നിർത്തിയിട്ട് പോയി കുറച്ചു നേരം ഗേൾഫ്രണ്ടിനോട് സംസാരിച്ച് പുറത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ഈ പെയിന്റ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഫോണിലുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ കുരുക്കിട്ട് കൊന്നില്ലേ, ആ ലേഡി തന്നെയാണ്. അതിനുശേഷം അമർ കാറിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്, അവരൊരുപാട് ഭാഗ്യം ചെയ്തവരാണെന്ന് പറയുമ്പോൾ ഈ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട്, നിന്റെ വയസ്സിൽ എല്ലാം ഈ രീതിയിൽ ത്രില്ലിംഗ് ആയിരിക്കുമെന്ന്. നീ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ അമറിൻ്റെ അടുത്ത് നിങ്ങളുടെ പ്രണയകഥ പറയുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അമർ പറയാണ്, എൻ്റെ ഗേൾഫ്രണ്ട് വളരെ സുന്ദരിയാണ് എന്ന്. അങ്ങനെയാണോ? എന്നെക്കാളും സുന്ദരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോടൊന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല, അവൾ വളരെ സുന്ദരിയാണ് എന്ന് പറയുമ്പോൾ ശരി, അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കുക എന്ന് നീതു അമറിനോട് ചോദിക്കുമ്പോൾ ഫോട്ടോ വാൾപേപ്പറിൽ വെച്ച് പ്രണയിക്കുന്ന പ്രണയമല്ല എൻ്റേത്, ആത്മാർത്ഥമായി പ്രണയിക്കുന്ന പ്രണയമാണ് എന്ന് പറയുന്നു. പെട്ടെന്ന് അടുത്തിരിക്കുന്ന പെയിന്റർ ഈ പെൺകുട്ടിയെ പോലെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ
ചേച്ചേ താരതമ്യം ചെയ്യാനേ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ശരി, നിങ്ങളുടെ കഥ പറ എന്ന് ചോദിക്കുമ്പോൾ അമർ അദ്ദേഹത്തിന്റെ കഥ പറയാൻ തുടങ്ങുന്നു. അമർ ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ. ആദ്യമായി ഡ്രോയിങ്ങിന് പോസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അമറിന്റെ ഗേൾഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയെ ഇരുത്തി ഒരു ഡ്രോയിങ് വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി പോസ് കൊടുക്കുന്നതിൽ കറക്റ്റായ ഇമോഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ പെൺകുട്ടിയെ ഭയങ്കരമായ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് വാ, കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുമ്പോൾ കഴിക്കുക എന്ന് പറഞ്ഞു പോയവൾ അതിനുശേഷം വന്നതേയില്ല. ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പോയി എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെയിന്റിംഗ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, പകുതി പെയിന്റിങ്ങിൽ എങ്ങനെ വെറുതെ വിടാൻ കഴിയും? ആ പെൺകുട്ടിയെ ഫോൺ വിളിക്കുക എന്ന് പറയുമ്പോൾ ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല എന്ന് ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പറയാണ്. അടിസ്ഥാനപരമായി ഇദ്ദേഹം വരയ്ക്കുന്ന ആ ഡ്രോയിങ് നേക്കഡ് ഡ്രോയിങ് ആണ്. ഈ പെൺകുട്ടിയെ വിട്ടാൽ വേറെ ആരും ഇപ്പോൾ ഇല്ല. ആരും വന്ന് അങ്ങനെയൊന്നും പോസും കൊടുക്കില്ല. കാശ് എന്തെങ്കിലും കൂടുതലായി വേണമെങ്കിൽ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അവളെ എവിടെ നിന്നാണെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വാ എന്ന് ഇദ്ദേഹം പറയുന്നു. അതിനുശേഷം ഒരു ദിവസം രാത്രി ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. ഇദ്ദേഹം പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പണം വാങ്ങിയിട്ട് പോസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നീ വെറുതെ പോയത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്, ഞാൻ നാളെ വരാം. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ തന്ന പണം ഞാൻ തിരിച്ചു തരാം. എനിക്ക് വരാൻ കഴിയില്ല, എന്നെ വിട്ടേക്ക് എന്ന് ആ പെൺകുട്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല, നീ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഭയങ്കരമായ വഴക്ക് പറഞ്ഞ് പോസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കരഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. നിനക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരാളുടെ മുന്നിൽ ഇങ്ങനെ എളുപ്പത്തിൽ നേക്കഡ് ആയിരിക്കാൻ കഴിയില്ല. ഒരാളെ ഇഷ്ടപ്പെട്ട് അവരിൽ വിശ്വാസം വന്നാൽ മാത്രമേ ഒരാൾക്ക് ഇരിക്കാൻ കഴിയൂ. എല്ലാവരുടെയും മുന്നിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നതിന് വേറെ പേരാണ് എന്ന് വൈകാരികമായി അവർ സംസാരിക്കുകയാണ്. ഇദ്ദേഹം സോറി എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താണ് പ്രശ്നം എന്ന് കുറച്ചുകൂടി വിശദമായി ചോദിക്കുമ്പോഴാണ് കാര്യം അറിയുന്നത്. അവരുടെ സഹോദരന്റെ ചികിത്സയ്ക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ പണം ഒപ്പിക്കണമെന്ന് കരുതിയാണ് ഈ നാട്ടിൽ വന്നിരുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം ഈ രീതിയിൽ പോസ് കൊടുത്താൽ പണം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർ പോസ് കൊടുത്തിരുന്നത്. ലഞ്ചിന് പോയിട്ട് വാ എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ സഹോദരനെ കാണുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഈ രീതിയിൽ നേക്കഡായി പോസ് കൊടുക്കുന്നതിലൊന്നും താല്പര്യമേ ഇല്ല. സഹോദരന്റെ ജീവൻ രക്ഷിക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ രീതിയിൽ വന്നിരുന്നതും. ഇപ്പോൾ വളരെ വിഷമമുണ്ടെന്നും പറഞ്ഞ് അവൾ കരയാണ്. അതിനുശേഷം ഇദ്ദേഹവും സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വലുതായി ഫോഴ്സ് ചെയ്യാനൊന്നും പോയില്ല. അതിനുശേഷം ഒരു ദിവസം അമറിനെ കാണുന്നതിന് വേണ്ടി അവർ വരാണ്. എനിക്ക് ജോലി വേണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യ്, ഇവിടെയുള്ള പെയിന്റിങ്സ് എല്ലാം നീ വിൽക്ക്, വിറ്റ് കിട്ടുന്ന തുകയുടെ 50% നിനക്ക്, 50% എനിക്ക്. നീ ജോലി വേണമെന്ന് ചോദിച്ചു, പക്ഷെ നിന്നെ ഞാൻ പാർട്ണറായി തന്നെ കൂടെ കൂട്ടി എന്ന് പറയുമ്പോൾ അവരും വളരെ സന്തോഷിച്ചിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേർക്കും ഇടയിൽ ഒരു നല്ല സൗഹൃദ ബന്ധം രൂപപ്പെടുന്നു. രണ്ടുപേരും ഒരുപാട് ജോലികൾ ചെയ്യാനും തുടങ്ങുന്നു. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേർക്കും ഇടയിൽ പ്രണയം ഉണ്ടാവാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ അമറിന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അമർ എങ്ങനെയുള്ള സാഹചര്യത്തിലായിരുന്നു എന്ന് വെച്ചാൽ, തനിക്ക് ആരും തന്നെയില്ല, ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന ചിന്തയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ചില സമയങ്ങളിൽ ആത്മഹത്യാ പ്രവണതയൊക്കെ വരും. പക്ഷെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ നിനക്ക് വേണ്ടി ഇരിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നീ എനിക്ക് വേണ്ടി ഉണ്ട് എന്നൊരു വിശ്വാസം തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അമറിന്റെ ഗേൾഫ്രണ്ട് ചോദിക്കുകയാണ്, സപ്പോസ് ഞാൻ മരിച്ചു പോയാലോ, നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം കഴുത്തിൽ കയറി പിടിക്കുകയാണ്. എന്തിനാണ് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അത്രയധികം അമറിന്റെ ഗേൾഫ്രണ്ടിനോട് ഇദ്ദേഹത്തിന് സ്നേഹം വന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. അമറിന്റെ ഗേൾഫ്രണ്ട് പറയുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടരുത്, ടെൻഷൻ ആവരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അമർ ദേഷ്യപ്പെട്ട് ആ സ്ഥലത്ത് നിന്ന് പോയി. പിന്നീട് എല്ലാം നല്ലതിന് വേണ്ടിയാണ് അവൾ പറഞ്ഞതെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയതായി പറയുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നീതു പറയുന്നുണ്ട്, നിങ്ങളുടെ ലവ് സ്റ്റോറി സൂപ്പർ സ്റ്റോറിയാണ് എന്ന്. ഇവരങ്ങനെ കാറിൽ സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ കാറിന്റെ റേഡിയോയിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രത്യേക സ്ഥലത്ത് ഒരു സൈക്കോയുടെ സാന്നിധ്യം ഉള്ളതായി പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപരിചിതർക്ക് ലിഫ്റ്റ് കൊടുക്കരുത്, അപരിചിതരുമായി സംസാരമൊന്നും വെക്കരുത്, ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഉടനെ തന്നെ അറിയിക്കുക എന്ന്. ഇത് കേട്ടിട്ട് നീതു പറയുന്നുണ്ട്, ഒരുപക്ഷെ നമ്മളിൽ ഒരാൾ സൈക്കോ ആയിരുന്നെങ്കിലോ എന്ന്. അമറും ഈ പെയിന്ററും ഫോട്ടോഗ്രാഫറും 3 പേരും ഒരു പ്രത്യേക ഭാവത്തോടെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ ആകാം എന്ന് നമുക്ക് തോന്നുന്നു. ആ സമയം നോക്കി അമറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അമർ അടുത്തിരിക്കുന്ന പെയിന്ററിന്റെ അടുത്ത്, ഞാൻ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫോൺ എടുത്തൊന്ന് അൺലോക്ക് ചെയ്യാമോ, എൻ്റെ കൂട്ടുകാരൻ ഏതോ ഒരു പ്രൊജക്ട് ഫയൽ അയച്ചതായി പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്താൽ അതിൽ ഒരു ആണും പെണ്ണും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന പോലെയുള്ള ഒരു വീഡിയോ. ഇതാണോ നിന്റെ പ്രൊജക്ട് ഫയൽ എന്ന് ചോദിച്ച് ആ ഫോൺ ഉടയ്ക്കുന്നതിന് വേണ്ടി കൈ ഓങ്ങുന്നു. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, ആ ഫോൺ തായെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നീതു ഫോൺ പിടിച്ചു വാങ്ങുന്നു. ആ വീഡിയോ കണ്ടിട്ട് നീതു സീരിയസ് ആക്കുന്നില്ല. ഇതെല്ലായിടത്തും ഷെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഇത് കണ്ട് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഈ ഫോട്ടോഗ്രാഫർ ഇതൊരു അവസരമായി ഉപയോഗിച്ച് നീതുവിന്റെ അടുത്ത്, നീയും ഇത് കണ്ടറിഞ്ഞോളൂ, എൻജോയ് ചെയ്യാമെന്ന മട്ടിലൊക്കെ വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ കാർ പഞ്ചർ ആവുന്നുണ്ട്. കാറിന്റെ ടയർ ശരിയാക്കുന്നതിന് വേണ്ടി ഈ ഫോട്ടോഗ്രാഫർ കല്ലുകളൊക്കെ വെച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതുവിന്റെ കയ്യിൽ നമ്മുടെ അമറിന്റെ ഫോൺ ഉണ്ട്.
അതേസമയം ഈ പെയിൻറ്റർ ഉണ്ടല്ലോ ആ വീഡിയോ കണ്ടിട്ട് വളരെ അപ്സെറ്റായി. ആ വീഡിയോയിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ ഈ ഫോട്ടോഗ്രാഫർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാ, ഈ ടയർ മാറ്റുന്നതിന് വേണ്ടി ഒന്ന് സഹായിക്കേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിനുള്ളിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന നീതു അമറിന്റെ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വിചിത്രമായ ഫോട്ടോസൊക്കെ ഉണ്ട്. അതായത് ഡ്രോയിങ്ങിന് വേണ്ടി തല വെട്ടുന്നത് പോലെയുള്ള, കൈ വെട്ടുന്നത് പോലെയുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നീതു ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. ആ സമയം നോക്കി അമർ നോക്കിയാൽ ഒരു വലിയ സൈസ് കല്ലെടുത്ത് ഈ ഫോട്ടോഗ്രാഫറുടെ തലയിലിടുന്ന പോലെ വരുന്നു. ഉടനെ തന്നെ പേടിച്ചു പോയ നീതു ആ കാറിലുള്ള ഗണ്ണെടുത്ത് വെടിവെക്കുന്നത് പോലെ ട്രിഗർ ചെയ്തിട്ട് അലറാൻ തുടങ്ങുന്നു. എന്തു പറ്റിയെന്ന് അമർ ചോദിക്കുമ്പോൾ നീതു അങ്ങനെ തന്നെ ഷോക്കായി താഴെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. അമറിനെ നോക്കിയാൽ ആ കാറിന്റെ ടയർ മാറ്റുന്നതിന് വേണ്ടി ഒരു കല്ലെടുത്ത് കൊണ്ടുവന്നതായിരിക്കും. പക്ഷെ നീതു ആ ഫോണിലുള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമ്മുടെ അമറാണ് സീരിയൽ കില്ലർ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഈ ഫോട്ടോഗ്രാഫർ ചോദിക്കുന്നുണ്ട്, അതെ, ആ പെൺകുട്ടിയുടെ കയ്യിൽ എങ്ങനെയാണ് ഗൺ വന്നത് എന്ന്. അപ്പോൾ അമർ പറയുന്നുണ്ട്, അത് എൻ്റെ ഗണ്ണാണ്, യഥാർത്ഥത്തിൽ അതിൽ ബുള്ളറ്റ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഗണ്ണൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പോവാണെന്ന് വീട്ടിൽ നിന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വെക്കാമെന്ന് കരുതിയാണ് ആ ഗൺ കയ്യിൽ വെച്ചിരുന്നത് എന്ന് പറയുന്നു. നിന്റെ ഫോണിലുള്ള ഫോട്ടോസും നീ കല്ലെടുത്ത് വരുന്നതും കണ്ടപ്പോൾ ഒരുപക്ഷെ നീയാണ് സീരിയൽ കില്ലർ എന്ന് ഞാൻ കരുതിപ്പോയി എന്ന് നീതു പറയുന്നു. നല്ല സമയം, ഈ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നായിരിക്കും? ശരി, ആദ്യം ഈ സ്ഥലത്ത് നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ടയർ ശരിയാക്കിയിട്ട് ആ സ്ഥലത്ത് നിന്ന് പോവാണ്. ഇവിടെ യാത്രയിൽ സമയം പോയതേ അറിഞ്ഞില്ല. രാത്രിയായി. പെട്ടെന്ന് കാർ ഒരു സ്ഥലത്ത് നിന്നുപോയി. എന്തു പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ വണ്ടി ഓവർ ഹീറ്റ് ആയതുകൊണ്ട് നിന്നുപോയതാണ്. യഥാർത്ഥത്തിൽ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഇവരുടെ കയ്യിൽ വെള്ളമില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ വീടുള്ളതായി തോന്നുന്നു. ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ വിചിത്രമായൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് പോലും ഒരു വിചിത്ര രീതിയിലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവരോടൊപ്പം അദ്ദേഹവും വന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വരുമ്പോൾ കയ്യിൽ വലിയ സൈസ് സ്ക്രൂ ഡ്രൈവറൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹം സൈക്കോ ആയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ 5 പേരും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. അവസാനം കയറിയ ആ വ്യക്തി അദ്ദേഹം വെച്ചിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫറെ കുത്തിക്കൊല്ലുന്നു. രക്തം തെറിക്കുന്നുണ്ട്. ഇത് കണ്ട് നീതു ഭയങ്കരമായി അലറാൻ തുടങ്ങുന്നു. പെട്ടെന്ന് നോക്കിയാൽ ഇതെല്ലാം സ്വപ്നമാണ്. അതിനുശേഷം ഒരുപാട് നേരം യാത്ര ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആ യാത്രയിൽ എല്ലാവരും ഉറങ്ങിപ്പോവാണ്. അമർ മാത്രം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ നീതു കണ്ണു തുറന്നു നോക്കുമ്പോൾ വണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അമർ കാറിന്റെ പുറത്ത് നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നതായി കാണാം. പെട്ടെന്ന് നീതു ഇറങ്ങി വന്ന് അമറിന്റെ ഫോൺ തട്ടിപ്പറിച്ചെടുക്കും. നീ ആരോടാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമർ പേടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുകയാണ്. ഈ സമയത്തും എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ശരി എന്ന് കേട്ട് വീണ്ടും ഇവർ വണ്ടി എടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം രാവിലെയായി. അപ്പോൾ നോക്കിയാൽ ആ സ്ഥലത്ത് പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. അവസാനം സ്ക്രൂ ഡ്രൈവറുമായി കയറിയ വ്യക്തി ഇറങ്ങിപ്പോയി ആ പോലീസ് ഓഫീസറുടെ അടുത്ത് സംസാരിക്കുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ലോക്കലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ പോലീസ് ഓഫീസർമാർക്ക് അറിയാമായിരുന്നു. കാറിലുള്ളവരോട് ലിഫ്റ്റ് ചോദിച്ചാണ് വന്നത് എന്ന് പറയുമ്പോൾ ശരി, വരാൻ പറ എന്ന് പറഞ്ഞ് അമർ മാത്രം കാറിൽ നിന്ന് ഇറങ്ങി ഈ പോലീസ് ഓഫീസറെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഈ സ്ഥലം വളരെ അപകടമുള്ള സ്ഥലമാണ്. ഒരു സൈക്കോയെ പോലീസുകാർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം, സുരക്ഷിതമായിരിക്കണം. ആരെക്കുറിച്ചെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിക്കുക, എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ എന്ന് ആ പോലീസ് ഓഫീസർ പറയാണ്. ശരി എന്ന് കേട്ട് അമറും നോട്ട് ചെയ്ത് ആ സ്ഥലത്ത് നിന്ന് പോവാണ്. അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ വ്യക്തി ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ ആർക്കും അറിയാതെ ഒരു ഒമ്നി വാനിൽ ഒരു ലേഡിയുടെ മൃതദേഹം എടുത്ത് വന്ന് അവിടെ കുഴിയുണ്ടാക്കി മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഈ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, നീതുവിന്റെ അച്ഛൻ നീതുവിനെ കാണാതായതിന്റെ പേരിൽ വളരെ വിഷമത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആശ്വാസമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നീതുവിന്റെ അച്ഛനും ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് തോന്നുന്നു. നിങ്ങളുണ്ടായിരുന്ന സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അതെ, ക്രിമിനലുകളെ ഒരുപാട് പേരെ ഞാൻ അകത്താക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പോലീസ് വണ്ടി അവിടെ കേടായി. അത് റെഡിയാക്കുന്നവരെ ഇവരിവിടെ നിൽക്കുകയാണ്. അത് മാത്രമല്ല, സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫീമെയിൽ മെന്റൽ പേഷ്യന്റിനെ കുറിച്ച് കണ്ടില്ലേ? ആ മെന്റൽ പേഷ്യന്റിനെ നമ്മുടെ നീതുവിന്റെ അച്ഛനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് സാർ ആ പെൺകുട്ടിയെ അറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊരു വലിയ കഥയാണ്. ഞാൻ ആ പെൺകുട്ടിയെ രക്ഷിക്കാതിരുന്നെങ്കിൽ നാട്ടുകാർ തന്നെ ആ പെൺകുട്ടിയെ നശിപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. യഥാർത്ഥത്തിൽ സ്ക്രൂ ഡ്രൈവറുമായി ഒരു വ്യക്തിയെ നമ്മൾ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ പേര് ഇമ്രാൻ. യഥാർത്ഥത്തിൽ ഈ പോലീസ് ഓഫീസറുടെ വണ്ടി കേടായി. അത് റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ഇപ്പോൾ വണ്ടി റിപ്പയർ ചെയ്തു. ശരി സാർ, പോകുന്ന വഴിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഇമ്രാനെയും വണ്ടിയിൽ കയറ്റിയിട്ട് ഈ പോലീസ് ഓഫീസറും നീതുവിൻ്റെ അച്ഛനും പിന്നെ ഇമ്രാനും ഇവർ 3 പേരും കാറിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം അമർ, നീതു, ആ പെയിൻറ്റർ, ഫോട്ടോഗ്രാഫർ ഇവർ 4 പേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. ആ വ്യക്തി മറ്റാരുമല്ല, കുറച്ചു മുമ്പ് ലേഡിയെ കൊണ്ടുപോയി കുഴിച്ചിട്ടില്ലേ, ആ ഡോക്ടർ തന്നെയാണ് അദ്ദേഹം. ശരീരം മുഴുവൻ ചെളിയായിട്ടുണ്ട്.
എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഇവിടെ ബസ്സൊന്നും കിട്ടുന്നില്ല, പോകുന്ന വഴിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അമർ ശരി എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറാൻ പറയുന്നു. ഇപ്പോൾ ഇവർ 5 പേരും ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. മറ്റൊരു ഭാഗത്ത് ഈ പോലീസ് ഓഫീസർ ഈ ഇമ്രാനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തതിന് ശേഷം, സാർ നിങ്ങളുടെ ഫോണൊന്ന് തരാമോ, ഒരു കോൾ വിളിക്കാനാണ്, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് പറയുമ്പോൾ നീതുവിൻ്റെ അച്ഛൻ ഫോൺ കൊടുക്കുന്നുണ്ട്. ആ ഫോണിലുള്ള വാൾപേപ്പർ കണ്ടിട്ട് ഈ ഇമ്രാൻ ഭയങ്കരമായി ഷോക്ക് ആവുന്നുണ്ട്. കുറച്ചു മുമ്പ് എന്നെ കാറിൽ ഒരു സംഘം കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തല്ലോ സാർ, ആ കാറിലാണ് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ, എന്താണ് നീ പറയുന്നത്, ആ പെൺകുട്ടിയാണല്ലോ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരുടനെ തന്നെ ആ കാറ് തേടി പോകാൻ തുടങ്ങുന്നു. ഇപ്പോൾ അമർ കാർ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിലിരുന്നയാൾ ഡോക്ടറാണെന്ന് അറിയാൻ കഴിയുന്നു. ഡോക്ടറെ എനിക്കൊരു സഹായം ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് സഹായം എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് എല്ലാവരും സംസാരിച്ച് ആ പെൺകുട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയത്രേ. അതുകൊണ്ട് ആ പെൺകുട്ടി വെർജിനാണ് എന്ന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് മാത്രം വേണം, അത് ചെയ്തു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് നിങ്ങൾ പറയുന്നത്, എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോ, എൻ്റെ പ്രൊഫഷനോട് എനിക്ക് ദ്രോഹം ചെയ്യാൻ കഴിയില്ല, ഈ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് തരാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്ന് നീതു ചോദിക്കുമ്പോൾ അപ്പോഴാണ് അമർ അദ്ദേഹത്തിന്റെ കഥ പറയാൻ തുടങ്ങുന്നത്. അമറും അമറിന്റെ ഗേൾ ഫ്രണ്ടും ഫ്ലാഷ് ബാക്കിൽ ഇടപഴകിയിരുന്നല്ലോ, പക്ഷേ പ്രണയത്തെക്കുറിച്ച് വലുതായി ഷെയർ ചെയ്തിരുന്നില്ല. ഒരു ദിവസം നോക്കിയാൽ ഇവർ രണ്ടുപേരും ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മലയുടെ മുകളിൽ പോവുകയാണ്. അപ്പോഴാണ് അമറിന്റെ ഗേൾ ഫ്രണ്ട് ഒരു കാര്യം പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ വെർജിൻ അല്ല എന്ന് പറയുന്നു. അത് കേട്ടതും അമർ വളരെ വിഷമിച്ചു പോവാണ്. ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം അമറും അമറിൻ്റെ ഗേൾ ഫ്രണ്ടും സംസാരിച്ചിട്ടേയില്ല. അവളുടെ സാഹചര്യമെല്ലാം ഷെയർ ചെയ്താണ് നമ്മൾ ഇടപഴകാൻ തുടങ്ങിയത്. പക്ഷേ ഇങ്ങനൊരു കാര്യം അവൾ ഷെയർ ചെയ്തിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ദിവസം അമറിൻ്റെ ഗേൾ ഫ്രണ്ട് അമറിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് നുണയാണ്, നിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത്, എന്നോട് ക്ഷമിക്ക്, നീ വേണമെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ചെക്ക് ചെയ്തോളൂ, വേണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറയുമ്പോഴും അമർ ഒന്നും സംസാരിക്കാതെ ഇരുന്നു. അപ്പോഴാണ് അമർ നോക്കുമ്പോൾ അദ്ദേഹം ഗേൾ ഫ്രണ്ടിനെ വെച്ച് വരച്ച പെയിന്റിംഗ് അവിടെയുള്ളതായി ഗേൾ ഫ്രണ്ട് കാണുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം നേക്കഡ് ആയിട്ടൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല, മനോഹരമായി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അമറിന്റെ ഗേൾ ഫ്രണ്ട് വളരെ ഇംപ്രസ് ആവുന്നു. അതിനുശേഷം വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു. അപ്പോഴാണ് അമർ ഒരു കാര്യം പറയുന്നത്, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു, ആ ബംഗ്ലാവ് വിരാജ്പേട്ടയിലാണ് ഉള്ളത്. അങ്ങനെ ആ ബംഗ്ലാവിനെ ആർട്ട് ഗാലറി ആക്കി മാറ്റാമെന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുള്ള ജോലികൾ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിനോട് ചെയ്യാൻ പറയുന്നു. ഇദ്ദേഹം നാഷണൽ ആർട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. 1 മാസം എടുക്കും. ഞാൻ വരുന്നതിന് മുമ്പ് നീ ഈ ബംഗ്ലാവിനെ അടിപൊളിയായി റെഡിയാക്കി ആർട്ട് ഗാലറി ആക്കി മാറ്റണം, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് സന്തോഷമായി ജീവിക്കാം എന്ന് പറയുമ്പോൾ, 1 മാസം ഞാൻ നിന്നെ എങ്ങനെ പിരിഞ്ഞിരിക്കാനാ എന്ന് പറഞ്ഞിട്ട് ഗേൾഫ്രണ്ട് വളരെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് സമാധാനമായി തീരുമാനമെടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം നാഷണൽ ആർട്ട് കോമ്പറ്റീഷന് വേണ്ടി പോവുകയാണല്ലോ. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫോണിൽ സിഗ്നൽ തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് അയച്ചുകൊണ്ടേയിരിക്കും. ഇദ്ദേഹത്തിന് എപ്പോഴൊക്കെയാണോ സിഗ്നൽ കിട്ടുന്നത് അപ്പോഴൊക്കെ വീഡിയോ വന്നു ചേരും. ആ റെക്കോർഡഡ് വീഡിയോയിലാണ് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിനെ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പ്രത്യേക ബംഗ്ലാവ് കുറേശ്ശെയായി റെഡിയാക്കാൻ തുടങ്ങുന്നു. എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വില്ലൻ വന്നത് എന്ന് അമർ പറയുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യം കാണിക്കുന്നു. ഈ പോലീസ് ഓഫീസറും നീതുവിന്റെ അച്ഛനും നീതുവിനെ തേടി കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരരികത്ത് ഒരു ഒമ്നി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നു. ഉടനെ തന്നെ ഈ പോലീസ് ഓഫീസർ ഇറങ്ങി വന്ന് നോക്കുകയാണ്. ഇവിടെ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് എന്ന് ഊഹിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ അമർ ഉണ്ടല്ലോ, നിബിഡമായ വനപ്രദേശം പോലെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാറ് നിർത്തുന്നു. കാറിൽ നിന്ന് ഇറങ്ങാണ്. ഒരു 5 മിനിറ്റിൽ ഞാൻ വരാം, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ആ മെന്റൽ അസൈനത്തിനുള്ളിൽ നിന്ന് ഒരു ഫീമെയിൽ പേഷ്യന്റിനെ ഒരു സൈക്കോ എടുത്തുകൊണ്ട് പോയില്ലേ, ആ സൈക്കോ മറ്റാരുമല്ല നമ്മുടെ അമർ തന്നെയാണ്. ആ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ഫീമെയിൽ പേഷ്യന്റ് മറ്റാരുമല്ല, അമറിന്റെ ഗേൾഫ്രണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ അമറിന്റെ ഗേൾഫ്രണ്ട് മരിച്ചുപോയിരുന്നു. അമറിന്റെ ഗേൾഫ്രണ്ടിന്റെ മൃതദേഹം എടുത്തുകൊണ്ടുവന്ന് ഈ കാട്ടുപ്രദേശത്തിനുള്ളിൽ മറവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സ്ഥലത്ത് പോയി കിടന്ന് വളരെ വിഷമിച്ച് കരയാണ്. അമർ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിന്റെ ശവകുടീരം കാണുന്നതിന് വേണ്ടിയാണ് ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നത് എന്ന് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നു. ഈ ഫോട്ടോഗ്രാഫറും നീതുവും ഈ ലൊക്കേഷൻ നന്നായിട്ടുണ്ട്, നമുക്ക് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടി പുറത്തു പോകും. ഇപ്പോൾ കാറിനുള്ളിലിരിക്കുന്ന ഈ പെയിന്ററിന് ഒരു മെസ്സേജ് വരുന്നു. ഈ പെയിന്ററിന്റെ ഭാര്യ ആരോടോ റിലേഷൻഷിപ്പിലായിരുന്നല്ലോ, ആ വ്യക്തി ആരാണെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വരുന്നു. ആ ഫോട്ടോയിലുള്ള വ്യക്തി ആരാണെന്ന് നോക്കിയാൽ മറ്റാരുമല്ല, ഈ ഫോട്ടോഗ്രാഫർ തന്നെയാണ്. ഭയങ്കരമായി ദേഷ്യപ്പെട്ട് ഈ പെയിന്റർ കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ ഫോട്ടോഗ്രാഫറെ ക്രൂരമായി കുത്തിക്കൊല്ലുന്നു. ഇത് കണ്ട് നമ്മുടെ നീതു പേടിച്ചു പോവാണ്. നാട്ടിൽ കറങ്ങി നടക്കുന്നത് ഈ സൈക്കോയാണ്, ഇവനാണ് അത് എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങുകയാണ്. ഈ പെയിന്റർ ഈ ഫോട്ടോഗ്രാഫറെ കൊന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്നും സൈക്കോ അല്ല, ഇവനാണ് സൈക്കോ എന്ന്. നീതു പേടിയുടെ കൊടുമുടിയിലാണ്.
അതേസമയം കാറിനുള്ളിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടറും പരിഭ്രമിച്ച് ഓടുകയാണ്. നേരെ അമർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ വന്നവനാണ് സൈക്കോ. പെയിന്റർ ഉണ്ടല്ലോ, അവനാണ് സൈക്കോ. ഫോട്ടോഗ്രാഫറെ കൊന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അമർ പോലീസിന് ഫോൺ വിളിച്ചിട്ട്, സാർ ആ സൈക്കോ ഇവിടെ തന്നെയാണുള്ളത്, ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നു സാർ, ഞങ്ങൾക്ക് പോലും അറിയില്ല, ആദ്യം കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറെ കൊന്നു സാർ, രണ്ടാമതായി ഈ ഡോക്ടറെയും കൊന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. മുന്നിൽ നിൽക്കുന്ന ഡോക്ടറെ അമർ അടിച്ചു കൊല്ലുന്നു. എൻ്റെ ഗേൾഫ്രണ്ടിനെ വേശ്യ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരുമോടാ എന്ന് പറഞ്ഞ് അടിച്ചാണ് ഈ ഡോക്ടറെ കൊല്ലുന്നത്. അമറിന്റെ ഗേൾഫ്രണ്ട് മരിച്ചതിൽ ഈ ഡോക്ടർക്കും പങ്കുണ്ടായിരുന്നു എന്ന് അമറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അമർ കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ ഡോക്ടറെയും തീർക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഈ റെഡ് ലൈറ്റ് ഏരിയയിലുള്ള ആ ലേഡിയെ തീർത്തത് ഈ ഡോക്ടർ തന്നെയാണ്. ആ സ്ഥലത്തേക്ക് പോയ ഈ ഡോക്ടറെ വീഡിയോ എടുത്ത് വെച്ച് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡോക്ടർ ആ റെഡ് ലൈറ്റ് ഏരിയ ലേഡിയെ കൊന്ന് ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് മറവ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ അമറിന്റെ കാറിൽ വന്ന് കയറിയത്. ഈ പെയിന്റർ ആ ഫോട്ടോഗ്രാഫറെ കൊന്നിട്ട് ഫോട്ടോ എടുത്ത് അവന് വീഡിയോ അയച്ചു കൊടുത്ത വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവനെ ഫോൺ ചെയ്ത് നോക്കുമ്പോൾ അത് അമറിന്റെ പോക്കറ്റിലാണ് റിംഗ് ആവുന്നത്. നീയാണോ ഈ ഫോട്ടോ അയച്ചു തന്നത്? നീ ആരാടാ? എന്തിനാണ് ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചു തന്നത്? നീ അയച്ച ഫോട്ടോ കണ്ടിട്ട് എൻ്റെ ഭാര്യയും കൊന്നു, ഇവനെയും കൊന്നു എന്ന് പറയുമ്പോൾ അതിന് അമർ പറയുന്നുണ്ട്, എൻ്റെ ഗേൾഫ്രണ്ടിനെ നീ എന്ത് ചെയ്തൂടാ? ഞങ്ങളുടെ ജീവിതം എന്തിനാണ് ഇങ്ങനെ നശിപ്പിച്ചത് എന്ന് അമർ ഈ പെയിന്ററോട് ചോദ്യം ചോദിക്കുന്നു. ഈ പെയിന്ററിന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നീതു ചോദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന്. അമർ നോക്കുമ്പോൾ ആരുമായിട്ടും താരതമ്യം ചെയ്യാൻ കഴിയില്ല, വളരെ സുന്ദരിയായിരിക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ പെയിന്റർ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നൊരു ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടിയെ പോലെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് അമർ പറയുന്നുണ്ട്. ശരി, ഈ പെൺകുട്ടി ആരാണ്? നിങ്ങൾക്ക് അറിയുന്നവളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊരു റെഡ് ലൈറ്റ് ഏരിയയിലുള്ള പെൺകുട്ടിയാണ് എന്ന മട്ടിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായി ഈ പെയിന്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ അമറിന്റെ ഗേൾഫ്രണ്ട് തന്നെയാണ്. അമറിന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ എങ്ങനെയാണ് ഈ പെയിന്ററിന്റെ ഫോണിൽ വന്നത് എന്നതിന്റെ കഥ നമ്മളെ വെളിപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ അമർ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് ആ ആർട്ട് ഗാലറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലി ഏൽപ്പിച്ചിരുന്നല്ലോ. അമറിന്റെ ഗേൾഫ്രണ്ടും വന്ന് ആർട്ട് ഗാലറി റെഡി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. അപ്പോൾ ആ ബിൽഡിംഗ് പെയിന്റ് അടിക്കാൻ വന്ന പെയിന്ററാണ് ഇദ്ദേഹം. ആർട്ട് ഗാലറി ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ടെക്നീഷ്യൻസ് ഒക്കെ വരികയും പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഈ പെയിന്റർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിരുന്നു. ഈ ആർട്ട് ഗാലറിയിലുള്ള നമ്മുടെ അമറിന്റെ ഗേൾഫ്രണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അതറിയാതെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ആ പെയിന്റർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പെയിന്ററും ആ പെയിന്ററിന്റെ അസിസ്റ്റന്റും നോക്കുമ്പോൾ അവിടെ ഇരുന്ന് അമറിന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് മോശമായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ആർട്ട് ഗാലറിയിൽ ജോലി ചെയ്യുന്ന ചേച്ചി ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് എന്താണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ചൂലുകൊണ്ട് അടിച്ച് ഓടിച്ചു വിടും. ഇനി ഈ ഭാഗത്തേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമറിന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് ഈ പെയിന്റർ നമുക്ക് വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ജോലി ചെയ്യിപ്പിക്കാം, എൻ്റെ അടുത്ത് വേറെ ആളുകളുണ്ട്, ഞാൻ അയക്കാം എന്ന് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്തു എന്നൊന്നും ഇവർ പറയില്ല. അതിനുശേഷം ഈ പെയിന്ററും ഈ പെയിന്ററിന്റെ അസിസ്റ്റന്റും ബാറിൽ പോയിരുന്നിട്ട് യഥാർത്ഥത്തിൽ ഇവൾ നല്ലവളൊന്നുമല്ല, ഇവൾ ആ രീതിയിലുള്ള പെൺകുട്ടി തന്നെയാണ്, കാരണം ഇവളുടെ പെയിന്റിംഗ് ഒന്നും ആ വീട്ടിലുണ്ടായിരുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമർ വരച്ച നേക്കഡ് പെയിന്റിങ്ങും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഈ പെയിന്ററിന്റെ അസിസ്റ്റന്റ് വഴി ഈ ഫോട്ടോഗ്രാഫർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫർ ആ ആർട്ട് ഗാലറിയുടെ അടുത്ത് വരുമ്പോൾ ആ ആർട്ട് ഗാലറിയിൽ ജോലി ചെയ്യുന്ന ചേച്ചി ഈ ഫോട്ടോഗ്രാഫറെ അടിച്ച് ഓടിച്ചിട്ടുണ്ടാവും. അവിടെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യം, നമ്മുടെ അമർ ഉണ്ടല്ലോ, എന്തിനാണ് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പെയിന്ററെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി പെയിന്റർ ഒരു വലിയ കത്തി എടുത്തിട്ട് നമ്മുടെ അമറിനെ കുത്താനായി വരുമ്പോൾ കൃത്യമായി ആ സ്ഥലത്ത് പോലീസ് ഓഫീസർ വരും. പെട്ടെന്ന് വെടിവെച്ച് പെയിന്ററെ കൊല്ലാണ്. ഉടനെ തന്നെ അമറും താങ്ക്സ് സാർ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാൻ തുടങ്ങുന്നുണ്ട്. യഥാർത്ഥത്തിൽ നീതുവിന്റെ കാഴ്ചപ്പാടിൽ ഈ പെയിന്റർ ആണല്ലോ സൈക്കോ. ആ രീതിയിലാണ് പോലീസിന്റെ അടുത്ത് അവൾ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പോലീസ് ഓഫീസർ ഈ പെയിന്ററിനെ തീർത്തു കളഞ്ഞു. ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു വന്ന് ഞങ്ങളെ എല്ലാവരെയും കൊല്ലാൻ നോക്കി സാർ, ഭാഗ്യത്തിന് നിങ്ങൾ വന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുകയാണ്. ഇപ്പൊ പോലീസുകാർക്ക് അവിടെ ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അമറിനോടും നീതുവിനോടും നീതുവിന്റെ അച്ഛനോടും നിങ്ങൾ 3 പേരും കാറിൽ പോയിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ്. ശരി എന്ന് കേട്ട് ഇവർ 3 പേരും ആ സ്ഥലത്ത് നിന്ന് പോവാണ്. ഇപ്പോൾ നീതു വന്ന് നമ്മുടെ അമറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ ലവ് സ്റ്റോറിയിൽ ഒരു വില്ലൻ വന്നു എന്ന് പറഞ്ഞ് അതിൽ നിർത്തി കളഞ്ഞു. ആ വില്ലൻ ആരാണ്? അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് നീ പറഞ്ഞതേയില്ലല്ലോ എന്ന് പറയുമ്പോൾ അമർ കഥ പറയാൻ തുടങ്ങും. ആ ആർട്ട് ഗാലറി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി വീട്ടിൽ വന്ന് വാതിലിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി മറ്റാരുമല്ല, നീതുവിന്റെ അച്ഛൻ തന്നെയാണ്. നീതുവിന്റെ അച്ഛനും തനിച്ചിരിക്കുന്ന അമറിന്റെ ഗേൾഫ്രണ്ടിനോട് ഒരു കണ്ണുണ്ടായിരുന്നു. അതിക്രമത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമറിന്റെ ഗേൾഫ്രണ്ട് വഴക്ക് പറഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട്. നീതുവിന്റെ അച്ഛൻ ഒരു റെഡ് ലൈറ്റ് ലേഡിയുടെ അടുത്ത് പോകും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം അമറിന്റെ ഗേൾഫ്രണ്ടിന്റെ മേൽ മാത്രമായിരിക്കും. ഇതിൽ ടെൻഷനായ റെഡ് ലൈറ്റ് ലേഡി, നീ ഒരാണാണെങ്കിൽ അവൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് വാ, നീ ആണാണെന്ന് ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീതുവിന്റെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ അമറിന്റെ ഗേൾഫ്രണ്ട് ഒരു തെറ്റായ പെൺകുട്ടിയാണ്, പേയ്മെന്റ് കൊടുത്ത് റിലേഷൻഷിപ്പിലാവാം എന്ന രീതിയിലുള്ള ഒരു ന്യൂസ് പരത്തും. അങ്ങനെ ഒരുപാട് പുരുഷന്മാർ ആ സ്ഥലത്തേക്ക് പോയി വാതിലൊക്കെ തട്ടാൻ തുടങ്ങി. വീട്ടിൽ വരുന്നവരെയൊക്കെ ഓടിക്കുന്നത് അവൾക്കൊരു ജോലിയായി മാറി. അമറിനെ വിളിച്ചാൽ ലൈനും പോകില്ല.
അമറിന് എല്ലാ കാര്യങ്ങളും മെസ്സേജായി, അതായത് റെക്കോർഡഡ് മെസ്സേജായി അയച്ചു കൊടുത്തോണ്ടിരുന്നു. വേഗം വാ, എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നീതുവിന്റെ അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വീടിന് ചുറ്റും പ്രൊട്ടക്ഷൻ പോക്കറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ആ നാട്ടുകാരുടെ അടുത്ത് ഈ പെൺകുട്ടി തെറ്റായ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവളെ വെറുതെ വിടരുത് എന്നൊക്കെ പറഞ്ഞ് പരത്തും. ഉടനെ തന്നെ ഈ നാട്ടുകാർ വന്ന് എന്തിനാണ് ഈ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അമറിന്റെ ഗേൾഫ്രണ്ടിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ സ്ഥലത്തേക്ക് വന്ന നീതുവിന്റെ അച്ഛൻ ഉള്ളിലുള്ള പെയിന്റിങ്സ് എല്ലാം ഇട്ട് തീ വെച്ച് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അമറിന്റെ ഗേൾഫ്രണ്ടിനോട് അതിക്രമത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലത്ത് നിന്ന് അമറിന്റെ ഗേൾഫ്രണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു വരും. ജീവിതം വളരെ മോശമായി മാറും. നീതുവിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നാൽ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് നീതുവിനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടുപോയി. നീ നല്ലവളാണെന്ന് നാട്ടുകാരുടെ അടുത്ത് എത്രത്തോളം പറഞ്ഞാലും ഇനി ആരും വിശ്വസിക്കില്ല, കാരണം നീ വെർജിൻ അല്ല എന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു. ആ ഡോക്ടർ വഴി ആ സർട്ടിഫിക്കറ്റ് എല്ലാം നീതുവിന്റെ അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. റെഡിയാക്കിയത് മാത്രമല്ല, ഈ ഡോക്ടറും നീതുവിന്റെ അച്ഛനും ചേർന്ന് അമറിന്റെ ഗേൾഫ്രണ്ടിനെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അമർ ആ സ്ഥലത്തേക്ക് വന്നത്. അമറിന്റെ ഗേൾഫ്രണ്ട് അയച്ച മെസ്സേജുകളെല്ലാം അമറിന് വരാൻ തുടങ്ങിയിരിക്കും. അതൊക്കെ കണ്ട് ആകെ മനസ്സ് തകർന്നു പോവാണ്. അതിനുശേഷമാണ് അദ്ദേഹം മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് മരിച്ചു പോയിരുന്നു. ഇതിന് കാരണക്കാരായവരെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത് ചെയ്താൽ ഇത് നടക്കും എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിന്നിലുണ്ടായിരുന്നുകൊണ്ടിരിക്കുന്ന നീതുവിന്റെ അടുത്ത് അമർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ഗേൾഫ്രണ്ടിനെ അവർ എങ്ങനെയാണ് ടോർച്ചർ ചെയ്തതെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് അവൻ ടോർച്ചർ ചെയ്തതെല്ലാം അമർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ആ വില്ലൻ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും, നീ പറ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഗണ്ണെടുത്ത് പെട്ടെന്ന് വെടിവെക്കുന്നു. ഈ പ്രാവശ്യം ആ ഗണ്ണിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അതും കൃത്യമായി പ്ലാൻ ചെയ്താണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. സ്വന്തം മകളുടെ കയ്യിൽ തന്നെ തല ചിതറി ഈ നീതുവിന്റെ അച്ഛൻ മരിച്ചു പോവാണ്. തന്റെ ഗേൾഫ്രണ്ടിനെ അന്യായമായി കൊന്നവരെയെല്ലാം പ്ലാൻ ചെയ്ത് ഇദ്ദേഹം തീർത്തു കളഞ്ഞു. അവിടെയുള്ള മലയുടെ മുകളിൽ നിന്ന് തന്റെ കാമുകിയെ ഓർത്ത് കരയാൻ തുടങ്ങുന്നു. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.